കൊട്ടാരക്കരയിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്ത CPI മുൻ MLA ആയിഷ പൂറ്റി താൻ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കാനാണ് വന്നതെന്നും കോൺഗ്രസിൽ ചേരാനല്ലെന്നും ആയിഷ പൂറ്റി CPIയുമായി പൂർണ്ണമായി അകന്നു കഴിയുന്നതിനിടെയാണ് ആയിഷ പൂറ്റി കോൺഗ്രസ് വേദിയിൽ എത്തിയത്. കോൺഗ്രസിന്റെ കമ്മിറ്റി നിങ്ങളെല്ലാം എനിക്ക് തരുന്ന സ്നേഹം ഇപ്പോഴുള്ളതല്ല, എത്രയോ വർഷങ്ങൾ ഞാൻ ആകെയൊന്ന് വിട്ടുപോയി ഒരിക്കലും നിങ്ങളാരും വിചാരിക്കരുത്. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രൊഫഷനാണ്. നിങ്ങളെല്ലാവരും എൻ്റെ പ്രസ്ഥാനവും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്നെ ആയിഷ പൂറ്റിയത്. ഈ നാട്ടിലെ ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രസ്ഥാനത്തിനും എല്ലാം വലിയ പങ്കുണ്ടായി. എന്നെ ഞാനാക്കിയത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുകയാണ്. ഷമീർ, അങ്ങനെ ആയിഷ പൂറ്റി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു, മടങ്ങിപ്പോയി. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ബിനിൽ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. ഇത്തരത്തിൽ ആയിഷ പൂറ്റി കോൺഗ്രസിൽ ചേരുന്നു എന്ന തരത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടന്നത്. അന്ന് തന്നെ ഇത്തരത്തിൽ മറുപടി ആയിഷ പൂറ്റി പറയുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അവർ ആ മറുപടിക്ക് പിന്നിൽ പറഞ്ഞത് താനൊരു വേദിയിലും വെറുതെ പോയിരിക്കില്ല എന്നവർ പറഞ്ഞു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണം കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത വേദിയിലേക്ക് അവർ എത്തിയത്. ആ വേദിയിൽ വെച്ച് തന്നെ പരസ്യമായി അവർ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി പറയുകയും താൻ കോൺഗ്രസിൽ ചേരാനല്ല വന്നതെന്നും ഒരു പാർലമെന്ററി മോഹിയല്ല താനെന്നും പറഞ്ഞു. പിന്നെ 15 വർഷം അവർ കൊട്ടാരക്കരയിൽ നടത്തിയ വലിയ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. അത്രത്തോളം വലിയ വികസനം താൻ കൊട്ടാരക്കരയിൽ കൊണ്ടുവന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ തനിക്ക് എതിരെ പൊങ്കാലയിടുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഇതെന്നും അവർ പറഞ്ഞു വെച്ചു. എന്തായാലും എനിക്ക് UDF എന്നോ LDF എന്നോ BJP എന്നൊന്നുമില്ല. നല്ലത് ചെയ്താൽ നല്ലത് പറയണം, അത് പറയാൻ എനിക്കൊരു പേടിയുമില്ല എന്ന് അവർ പറയുകയും ചെയ്തു. അതായത് ഇനിയും ഏത് വേദികളിലും അവർ പങ്കെടുക്കാൻ തയ്യാറാണ്. ഇനി CPIയുമായി പൂർണ്ണമായും, നമുക്ക് നേരത്തെ തന്നെ അറിയാം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാട്ടിയാണ് ഇത്തരത്തിൽ CPIന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഇവർ അവധി അപേക്ഷ നൽകുകയും ചെയ്തത്. അതായത് ഇനി തനിക്ക് പ്രാധാന്യം ലഭിക്കുന്ന വേദിയിൽ എവിടെയും താൻ പ്രസംഗിക്കാൻ പോകും എന്നൊരു സൂചന അവർ നൽകുകയാണ്. എന്തായാലും പരസ്യമായി കോൺഗ്രസിലേക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ആയിഷ പൂറ്റി പറയുന്നത്. പക്ഷേ മറ്റു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നൊരു സൂചന കൂടി ഈ അവസരത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. ബിനിൽ, ശരി, വ്യക്തമാണ്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.